കേരളത്തിൽ 6 മണിക്കൂർ പിന്നിടുമ്പോൾ കനത്ത പോളിംഗ്. ഇതുവരെ 40.21% പോളിംഗ് രേഖപ്പെടുത്തി. ഉയർന്ന പോളിംഗ് ആറ്റിങ്ങലിലാണ്. ഞങ്ങളുടെ പ്രതിനിധി ഷീജ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷീജ, രാവിലെ മുതൽ നീണ്ട നിരയാണ് ബൂത്തുകളിലാകെ കാണാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് ശേഷവും ആ ഒരു തിരക്ക് ഈ ബൂത്തുകളിൽ അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് ഈ പുതിയ നിരക്ക്, പോളിംഗ് ശതമാനത്തിൻ്റെ ഈ വർധനവ് സൂചിപ്പിക്കുന്നത്? സിജു, ഏതായാലും സംസ്ഥാന വ്യാപകമായി തന്നെ മിക്ക ബൂത്തുകളിലും ജനങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ എത്തി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇന്ന് രാവിലെ പോളിംഗ് 7 മണിക്ക് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പല ബൂത്തുകളിലും വോട്ടർമാരുടെ ഒരു നീണ്ട നിര നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് തൊട്ട് മുമ്പ് നമ്മൾ നൽകിയ, അതായത് 1 മണി ബുള്ളറ്റിൽ നമ്മൾ നൽകിയ ലൈവിൽ പോലും നീണ്ട നിരയാണ് ഞാൻ നിന്ന ബൂത്തിൽ ഉണ്ടായിരുന്നത്. അത് കവടിയാർ ഉണ്ടായിരുന്ന സാൽവേഷൻ ആർമി സ്കൂളിലായിരുന്നു അത്തരത്തിലൊരു നീണ്ട നിര നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പ്രതികൂലമായ ഒരു കാലാവസ്ഥയുണ്ട്, അതികഠിനമായ ചൂടാണ്. അതുകൊണ്ട് തന്നെ 12 മണിക്ക് ശേഷം സ്വാഭാവികമായും ജനങ്ങൾ, വോട്ടർമാർ എത്തുന്നത് കുറയും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കൂടുതലായി തന്നെ വോട്ടർമാർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ പക്ഷേ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുന്നതിൻ്റെ എണ്ണം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അതികഠിനമായ ചൂടാണ്. അതുകൊണ്ട് തന്നെ 3 മണിക്ക് ശേഷം ഇനിയും പോളിംഗ് ദ്രുതഗതിയിലാകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഇപ്പോൾ മന്ദഗതിയിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 40.21% പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഇതൊരു മികച്ച പോളിംഗ് തന്നെയാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെയായി ആറ്റിങ്ങലിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 41.91% ആറ്റിങ്ങലിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. നമുക്കറിയാം വാശിയേറിയ പോരാട്ടം നടന്നൊരു മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. വിവിധ വിഷയങ്ങളടക്കം വോട്ട് കച്ചവടമടക്കം വലിയ തോതിൽ ചർച്ചയായ ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. അതിന് തൊട്ടു പിന്നാലെ പാലക്കാടും വയനാടുമുണ്ട്. പാലക്കാട് 41%, വയനാടും 41% മുകളിലാണ്. 40%, ഭൂരിഭാഗം മണ്ഡലങ്ങളിലും 40% മുകളിലാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഏതായാലും ഇനിയിപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ ഒരു 3 മണിവരെ ഈ രീതിയിൽ മന്ദഗതിയിലായിരിക്കും തുടർന്നങ്ങോട്ട് പോളിംഗ് നീങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒരു തിരക്ക് മിക്ക ബൂത്തുകളിലും ഉണ്ടാകും. ഏതായാലും ചില ബൂത്തുകളിൽ ഇപ്പോൾ ഒരു പോളിംഗ് നടക്കുന്നതിൻ്റെ അപ്പോൾ ഈ വോട്ടെടുപ്പ് നടക്കുന്നത് ചില മണ്ഡലങ്ങളിൽ ഒരു ബൂത്തുകളിൽ മന്ദഗതിയിലാകുന്നുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രായമായവർ കൂടുതലായി തന്നെ രാവിലെ മുതൽ ബൂത്തുകളിലേക്ക് എത്തിയിരുന്നു. അവർക്ക് കുറച്ചധികം സമയമെടുക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചില ബൂത്തുകൾ കേന്ദ്രീകരിച്ചുണ്ടാകുന്നത് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം പറഞ്ഞത് വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ് സമയം, പോളിംഗ് സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 6 മണിവരെ ക്യൂവിൽ ഉള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം കൃത്യമായ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. അത് 7 മണിയായാലും 8 മണിയായാലും അവർക്കെല്ലാവർക്കും കൃത്യമായി വോട്ട് രേഖപ്പെടുത്തി പോകാൻ തന്നെയുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും തന്നെ ഒരു ആശങ്കയും വേണ്ട. 6 മണിക്ക് മുൻപായി തന്നെ എല്ലാവരും അതാത് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി അവരുടെ വോട്ട് രേഖപ്പെടുത്തുവാൻ വേണ്ടി എത്തിച്ചേരേണ്ടതാണ് എന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ആശങ്കയും വോട്ടർമാർക്ക് വേണ്ട എന്നുകൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഷീജ, വളരെ ശ്രദ്ധേയമായ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ തന്നെ വളരെ സമാധാനപരമായ, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ സമാധാനമായ ഒരു അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ പോളിംഗ് പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ പുതിയ കണക്കുകൾ വരുമ്പോൾ 42.09% ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിൽ രാവിലെ മുതൽ തന്നെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും സമാധാനപരമായി നടക്കുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തെക്കുറിച്ച് കൂടി എടുത്തു പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. അക്കാര്യം തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ആളുകൾക്ക്, വോട്ടർമാർക്ക് അറിയേണ്ടുള്ളത് ഏത് സമയം വരെ വോട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ അല്പം മുമ്പാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ മാധ്യമങ്ങളോട് പറഞ്ഞത് വൈകുന്നേരം 6 മണി വരെ ബൂത്തിലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കും. 7 മണിയായാലും 8 മണിയായാലും എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം ഒരുക്കും എന്നുള്ളതാണ്. ഏതായാലും വലിയ തരത്തിലുള്ള പോളിംഗ് കേരള ജനത വലിയ തരത്തിൽ കരുതിക്കൂട്ടി തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഷീജ സൂചിപ്പിച്ചതുപോലെ ഉച്ചയ്ക്ക് ശേഷം അല്പസമയം മന്ദഗതിയിലായെങ്കിലും വൈകുന്നേരത്തോടു കൂടി വീണ്ടും പോളിംഗ് ഉയരാനുള്ള സാധ്യതയാണ്. ഏകദേശം ഒരു 75% പോളിംഗ് ശതമാനം ഉയർന്നേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്.
സിജു, കഴിഞ്ഞ തവണത്തെ 2019 തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 74.43% പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ ഉയരുമോ ഇത്തവണത്തെ പോളിംഗ് എന്നുള്ളത് തന്നെയാണ് മുന്നണികൾ ഉറ്റുനോക്കുന്നത്.